സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന തസ്തികയിലേക്കായിട്ട് 23/4/2025 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 44/2025 ഓൺലൈൻ എക്സാം ആയിരുന്നു. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇപ്പോഴത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ആര്? ഇപ്പോഴത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണനാണ് ഇപ്പോഴത്തെ നിലവിൽ ഇന്ത്യൻ ഉപരാഷ്ട്രപതി. CP രാധാകൃഷ്ണൻ. CP രാധാകൃഷ്ണൻ എത്രാമത്തെ ഉപരാഷ്ട്രപതിയാണ് എന്ന് ചോദിച്ചാൽ 15ാമത്തെ ഉപരാഷ്ട്രപതിയാണ് CP രാധാകൃഷ്ണൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭൂദാന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരികൾ. ഭൂദാന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ശതവാഹനന്മാരാണ് ഭൂദാന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത്. ശതവാഹനന്മാർ. അടുത്ത ചോദ്യം, A കോളത്തിന് അനുയോജ്യമായവ B കോളത്തിൽ നിന്ന് കണ്ടെത്തി ശരിയുത്തരം എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നു വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തി, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം, പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തു, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തിയത് 1948 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1602 പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്ത വർഷം 1510 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം 1664 അപ്പോൾ വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തിയ വർഷം 1498, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1602, പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് 1510, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം 1664. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ചരിത്ര സംഭവങ്ങളുടെ ശരിയായ കാലഗണന എഴുതുക. തന്നിരിക്കുന്ന കുറിച്യ കലാപം, വേലുത്തമ്പിയുടെ കലാപം, ആറ്റിങ്ങൽ കലാപം, പഴശ്ശി കലാപം. കുറിച്യ കലാപം നടന്ന വർഷം ഏതാണ്? 1812 കുറിച്യ കലാപം നടന്നത്. 1812. ഇനി വേലുത്തമ്പിയുടെ കലാപം നടന്ന വർഷമോ? വേലുത്തമ്പിയുടെ കലാപം 1809. ആറ്റിങ്ങൽ കലാപം 1721. പഴശ്ശി കലാപം നടന്നത് 1793 മുതൽ 1797 വരെയുള്ള കാലഘട്ടത്തിലാണ്. ഒന്നാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം 1793 മുതൽ 1797 വരെ. അപ്പോൾ ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 3, 4, 2, 1. ആറ്റിങ്ങൽ കലാപം, പഴശ്ശി കലാപം, വേലുത്തമ്പിയുടെ കലാപം, കുറിച്യ കലാപം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിസ്സഹരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. തന്നിരിക്കുന്നു ഗാന്ധിജി നയിച്ച ആദ്യത്തെ ബഹുജന പ്രസ്ഥാനമായിരുന്നു. കേന്ദ്രത്തിലും പ്രവിശ്യകളിലും ഉത്തരവാദിത്ത ഭരണം ഏർപ്പെടുത്തുക, പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണുക, ഖിലാഫത്ത് പ്രശ്നത്തിന് പരിഹാരം കാണുക. ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. കേന്ദ്രത്തിലും പ്രവിശ്യകളിലും ഉത്തരവാദിത്ത ഭരണം ഏർപ്പെടുത്തുക എന്നതാണ് നിസ്സഹരണ സമരവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന. അടുത്ത ചോദ്യം, പ്രിൻസെപ്പ് എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച റോമൻ ഭരണാധികാരി. പ്രിൻസെപ്പ് ആരാണ്? അഗസ്റ്റസ് സീസറാണ് പ്രിൻസെപ്പ് എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച റോമൻ ഭരണാധികാരി. അടുത്ത ചോദ്യം, താഴെ പറയുന്ന നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി. തന്നിരിക്കുന്നു പാമ്പാർ, പമ്പ, ഭവാനി, കബനി. ഇതിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി ഏതെന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് പമ്പ നദിയാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി. പാമ്പാർ, ഭവാനി, കബനി എന്നീ നദികൾ എന്താണ്? കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്. കിഴക്കോട്ടൊഴുകുന്ന എത്ര നദികളാണുള്ളത്? 3 നദികളാണുള്ളത്. കിഴക്കോട്ടൊഴുകുന്ന 3 നദികളിൽ ഏറ്റവും വലിയ നദി ഏത് എന്ന് ചോദിച്ചാലോ? വലിയ നദി ഏതാണ്? കബനി നദിയാണ് വലിയ നദി. കബനി നദി.
ചെറിയ നദി, ചെറുത് ഏതാണ്? ചെറിയ നദി പാമ്പാറാണ്. ഇനി പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 41 നദികളാണ് പടിഞ്ഞാറോട്ടൊഴുകുന്നത്. കിഴക്കോട്ടൊഴുകുന്നത് 3 നദികൾ. കേരളത്തിലാകെ മൊത്തം എത്ര നദികളുണ്ട് എന്ന് ചോദിച്ചാൽ മൊത്തം 44 നദികളാണ് ഉള്ളത്. അടുത്ത ചോദ്യം, നീർമഹൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏത്? നീർമഹൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? നീർമഹൽ രുദ്രസാഗർ തടാകമാണ്. തടാകത്തിലാണ് നീർമഹൽ സ്ഥിതി ചെയ്യുന്നത്. ഇനി നീർമഹൽ അല്ലെങ്കിൽ രുദ്രസാഗർ തടാകം എല്ലാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാലോ ത്രിപുരയിലാണ് രുദ്രസാഗർ തടാകം, നീർമഹൽ എന്നിവ സ്ഥിതി ചെയ്യുന്നത്. ത്രിപുര സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന നീർമഹൽ എന്ന ജലകൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് രുദ്രസാഗർ തടാകത്തിൽ ആണ്. അടുത്തത്, സമയമേഖലകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണ്? സമയമേഖല ഏറ്റവും കൂടുതലുള്ള രാജ്യം ഫ്രാൻസ് ആണ്. ഇനി ഫ്രാൻസിൽ എത്ര സമയമേഖലകളാണുള്ളത്? 12 സമയമേഖലകളാണുള്ളത്. 12. അവസാദങ്ങൾ സമ്മർദ്ദത്തിൽപ്പെട്ട് ക്രമേണ ശിലയായി മാറുന്ന പ്രക്രിയ എന്ത്? അവസാദങ്ങൾ സമ്മർദ്ദത്തിൽപ്പെട്ട് ക്രമേണ എന്താവുന്നു? ശിലയായിട്ട് മാറുന്നു. ഈ പ്രക്രിയയാണ് എന്ത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ശിലാവത്കരണം. അടുത്ത ചോദ്യം, ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബാന്ധവ്ഗഡ് മധ്യപ്രദേശിലാണ്. ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ്. സോനാമാർഗ് തുരങ്കം ഏത് ദേശീയപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സോനാമാർഗ് തുരങ്കം സ്ഥിതി ചെയ്യുന്നത് ദേശീയപാത 1 സോനാമാർഗ് തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. ചുവടെ നൽകിയിട്ടുള്ളവയിൽ 2025 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 4 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. 16 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 15% നികുതി. 4 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 5% നികുതി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 3 പ്രസ്താവനകൾ ശരിയാണ്. 1, 3 പ്രസ്താവനകൾ ശരിയാണ്. 4 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. 4 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 5% നികുതി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? 1967 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 സ്ഥാപിതമായി. റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിതമായത് 1975 നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2ാമത്തെയും 3ാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. 2. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1935 പോയിന്റ് നോട്ട് ചെയ്യുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ഏതാണ്? 1935. റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിതമായത് 1975. ഇവിടെ ആദ്യത്തെ പ്രസ്താവന തന്നിരിക്കുന്നു 1967 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടു എന്ന്. 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം ഏതാണ്? 1969. 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടത്. ആ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം 1969 ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ്. അപ്പം ഇത്രയും പോയിന്റ്സ് പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിട്ടുള്ളവയിൽ GST ലയിക്കപ്പെട്ട പ്രധാന നികുതികൾ ഏതെല്ലാം? GST ലയിക്കപ്പെട്ട നികുതികൾ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. GST ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3. വിനോദ നികുതി, പ്രവേശന നികുതി, പരസ്യ നികുതി. വിനോദ നികുതി,
പ്രവേശന നികുതി, പരസ്യ നികുതി എന്നിവയെല്ലാം GSTയിൽ ലയിപ്പിക്കപ്പെട്ട പ്രധാനപ്പെട്ട നികുതികളാണ്. വിനോദ നികുതി, പ്രവേശന നികുതി, പരസ്യ നികുതി. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യ സെന്നുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1995 നോബൽ സമ്മാനം ലഭിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടി ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം എന്നിവയുമായി ബന്ധപ്പെട്ട പഠനത്തിന് പ്രാധാന്യം നൽകി. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നതിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യ സെന്നുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. രണ്ടാമത്തെ പ്രസ്താവനയും അതുപോലെ മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. ദാരിദ്ര്യ രേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടി എന്ന് പറഞ്ഞിരിക്കുന്നു, ശരിയാണ്. ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട പഠനത്തിന് പ്രാധാന്യം നൽകിയെന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. ആരാണ്? അമർത്യ സെൻ. ഇനി 1995 നോബൽ സമ്മാനം ലഭിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അമർത്യ സെന്നിന് നോബൽ സമ്മാനം ലഭിച്ചത് 1998 1998 അമർത്യ സെന്നിന് നോബൽ സമ്മാനം ലഭിച്ചത്. 1998. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ആണവധാതുക്കളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. ആണവധാതുക്കൾ തന്നിരിക്കുന്ന യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ആണവധാതുക്കൾ. രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ യുറേനിയം നിക്ഷേപമുണ്ട്. മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്ന് തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. ആണവധാതുക്കളുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്നിവ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ആണ്. യുറേനിയം, തോറിയം എന്നിവ പ്രധാന ആണവധാതുക്കളാണ്, ശരിയാണ്. രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ യുറേനിയം നിക്ഷേപമുണ്ട്, ശരിയാണ്. മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്ന് തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു, ശരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ കാർഷിക വിളയായ നെല്ലുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള നെല്ലാണ്. നെല്ലൊരു ഖാരിഫ് വിളയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 മൂന്ന് പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള ഏതെന്ന് ചോദിച്ചാൽ നെല്ലാണ്. നെല്ല് ഏത് വിളയാണ്? ഖാരിഫാണ്. നെല്ല് ഖാരിഫ് വിളയാണ്, ശരിയാണ്. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ എക്കൽ മണ്ണാണ്, ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേശവാനന്ദ ഭാരതി കേസുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. കേശവാനന്ദ ഭാരതി കേസ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം പാർലമെന്റിന് ഉണ്ടെന്ന് കോടതി പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാർ 1976 42 ഭരണഘടനാ ഭേദഗതി കേശവാനന്ദ ഭാരതി കേസിന്റെ വിധിയുടെ ആവേശത്തിൽ നടത്തിയതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്താണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നില്ല. അപ്പോൾ കേശവാനന്ദ ഭാരതി കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് ശരിയായത് ഏത് എന്നാണ് ചോദ്യം. ശരിയായത് ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. ബി, സി, ഡി എന്നിവ ശരിയാണ്. ബി, സി, ഡി എന്നിവ ശരിയാണ്. കേന്ദ്ര സർക്കാർ 1976 42 ഭരണഘടനാ ഭേദഗതി കേശവാനന്ദ ഭാരതി കേസിന്റെ വിധിയുടെ ആവശ്യത്തിൽ നടത്തിയതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു, ശരിയാണ്. അതുപോലെ സി പറഞ്ഞിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തുവാൻ പാടില്ലെന്ന് സുപ്രീം കോടതി കൂട്ടിച്ചേർത്തു, അതും ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്താണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നില്ല എന്നും പറഞ്ഞിരിക്കുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത് ആര്? അതിർത്തി നിർണയ കമ്മീഷൻ ആണ്. അതിർത്തി നിർണയ കമ്മീഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 42 ഭേദഗതിയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ചുവടെ ചേർത്തിരിക്കുന്നു, ശരിയായവ കണ്ടെത്തുക. മൗലിക അവകാശങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള യാതൊരു ഭരണഘടനാ ഭേദഗതിയും നടത്തുവാനുള്ള അധികാരം പാർലമെന്റിനില്ലെന്ന് സുപ്രീം കോടതി വാദിച്ചു.
സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഈ ഭേദഗതിയിലൂടെയാണ്. ലോകസഭയുടെയും രാജ്യസഭയുടെയും ഔദ്യോഗിക കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമാക്കിയത് ഈ ഭേദഗതിയിലൂടെയാണ്. കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധിയിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഈ ഭേദഗതി കൊണ്ടുവന്നത്. അപ്പം 42ാമത്തെ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് വസ്തുതകളിൽ തന്നിരിക്കുന്നതിൽ ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബി, ഡി എന്നീ പ്രസ്താവനകൾ ശരിയാണ്. ബി, ഡി എന്നീ പ്രസ്താവനകൾ ശരിയാണ്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയത് ഈ ഭേദഗതിയിലൂടെയാണ്. കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധിയിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഈ ഭേദഗതി കൊണ്ടുവന്നത്. 42ാമത്തെ ഭേദഗതി. അടുത്ത ചോദ്യം, ഗ്രാമപഞ്ചായത്തുകളിൽ സീറ്റുകളുടെ സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം. ഗ്രാമപഞ്ചായത്തുകളിൽ സീറ്റുകളുടെ സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 243D ആണ്. അനുച്ഛേദം 243D. ഗ്രാമപഞ്ചായത്തുകളിൽ സീറ്റുകളുടെ സംവരണ വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദമാണ് അനുച്ഛേദം 243D. താഴെ പറയുന്ന വിഷയങ്ങളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ഏതെല്ലാമാണ്? കൺകറന്റ് ലിസ്റ്റ് ഇവിടെ തന്നിരിക്കുന്നു. മൃഗസംരക്ഷണം, മായം ചേർക്കൽ, വിദേശ വ്യാപാരം, ലോട്ടറി, തൊഴിൽ സംഘടനകൾ, പൊതുജനാരോഗ്യം, വിവാഹവും വിവാഹമോചനവും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ഏത് എന്നാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ബി, ഇ, ജി എന്നിവ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നവയാണ്. ബി, മായം ചേർക്കൽ, തൊഴിൽ സംഘടനകൾ, വിവാഹവും വിവാഹമോചനവും എന്നിവ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. അപ്പം മൃഗസംരക്ഷണം ഉൾപ്പെടുന്നത് ഏത് ലിസ്റ്റിലാണ്? മൃഗസംരക്ഷണം ഉൾപ്പെടുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്, സംസ്ഥാന ലിസ്റ്റിലാണ് മൃഗസംരക്ഷണം ഉൾപ്പെടുന്നത്. വിദേശ വ്യാപാരം യൂണിയൻ ലിസ്റ്റിലാണ്. വിദേശ വ്യാപാരം ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. ലോട്ടറി യൂണിയൻ ലിസ്റ്റിലാണ്. ലോട്ടറി ഉൾപ്പെടുന്നതും യൂണിയൻ ലിസ്റ്റിലാണ്. പൊതുജനാരോഗ്യം ഉൾപ്പെടുന്നത് സംസ്ഥാന ലിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഇപ്പം മൃഗസംരക്ഷണം സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നു, മായം ചേർക്കൽ കൺകറന്റ് ലിസ്റ്റിൽ വരുന്നു, വിദേശ വ്യാപാരം യൂണിയൻ ലിസ്റ്റിലാണ്, ലോട്ടറി യൂണിയൻ ലിസ്റ്റിലാണ്, തൊഴിൽ സംഘടനകൾ കൺകറന്റ് ലിസ്റ്റാണ്, പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റാണ്, വിവാഹവും വിവാഹമോചനവും കൺകറന്റ് ലിസ്റ്റാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ട വ്യവസ്ഥകൾ താഴെ കൊടുത്തിരിക്കുന്നു. ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ജുഡീഷ്യൽ പുനരവലോകനത്തിനുള്ള അധികാരം, അവശിഷ്ട അധികാരങ്ങൾ എന്ന ആശയം, തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 4-3-1-2 ജുഡീഷ്യൽ പുനരവലോകനത്തിനുള്ള അധികാരം അമേരിക്കയിൽ നിന്നുമാണ്. അവശിഷ്ട അധികാരങ്ങൾ എന്ന ആശയം കാനഡ. തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ അയർലൻഡ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയ. അടുത്ത ചോദ്യം, പ്രധാന കമ്മീഷനുകളും അതിൻ്റെ പ്രാധാന്യവും ചുവടെ കൊടുത്തിരിക്കുന്നു. ശരിയായവ കണ്ടെത്തുക. പ്രധാന കമ്മീഷനുകൾ ഇവിടെ തന്നിരിക്കുന്നു. മണ്ഡൽ കമ്മീഷൻ, സർക്കാരിയ കമ്മീഷൻ, ഷാ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. ശരിയായവ കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2, 4, 1, 3 ശരി. മണ്ഡൽ കമ്മീഷൻ രണ്ടാം പിന്നോക്ക കമ്മീഷൻ. സർക്കാരിയ കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധം പരിശോധിക്കുക. ഷാ കമ്മീഷൻ അടിയന്തരാവസ്ഥയുടെ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക. കോത്താരി കമ്മീഷൻ ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന കേന്ദ്രാധിഷ്ഠിതമാണ്. ദേശീയ താൽപ്പര്യങ്ങൾക്കാണ് എപ്പോഴും മുൻഗണന നൽകുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ള അന്തർ സംസ്ഥാന സമിതി, ദേശീയ വികസന സമിതി,
മേഖലാ സമിതികൾ, ആസൂത്രണ കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ എന്നിവ ഇതിന് തെളിവുകളാണ്. ആരുടെ അഭിപ്രായമാണിത്? ഗ്രാൻവിൽ ആൻസ്റ്റിൻ്റെ അഭിപ്രായമാണിത്. എന്താണ്? ഇന്ത്യൻ ഭരണഘടന കേന്ദ്രാധിഷ്ഠിതമാണ്. ദേശീയ താൽപ്പര്യങ്ങൾക്കാണ് എപ്പോഴും മുൻഗണന നൽകുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ള അന്തർ സംസ്ഥാന സമിതി, ദേശീയ വികസന സമിതി, മേഖലാ സമിതികൾ, ആസൂത്രണ കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ എന്നിവ ഇതിന് തെളിവുകളാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വത്തെ കണ്ടെത്തുക. 1988 ബാച്ചിലെ കേരള കേഡറിലെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. 2024 ജനുവരി 31 ഇന്ത്യയുടെ സഹകരണ സെക്രട്ടറിയായി വിരമിച്ചു. 2025 ഫെബ്രുവരി 19 മുതൽ പുതിയ സേവനകാലം ആരംഭിച്ചു. 2029 ജനുവരി 26 ഈ സേവനകാലം അവസാനിക്കും. ആരാണ്? ഓപ്ഷൻ എ ആണ്, ജ്ഞാനേഷ് കുമാർ ആണ്. ജ്ഞാനേഷ് കുമാർ. താഴെ പറയുന്നവയിൽ സംസ്ഥാന ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. പൊതുജനങ്ങൾക്ക് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പരിശീലനം നൽകുന്നതിന് വേണ്ടി സംസ്ഥാന പോലീസ് സേനയ്ക്ക് കീഴിൽ രൂപപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ് കേരള സിവിൽ ഡിഫൻസ്. സംസ്ഥാന ദുരന്ത നിവാരണ പരിശീലന സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 3 എന്നിവ ശരിയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ പരിശീലന സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ശരിയാണ്. അടുത്ത ചോദ്യം, ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നത് എവിടെയാണ്? ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി ബോൾഗാട്ടിയിലാണ്. ബോൾഗാട്ടി. വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏത്? 1996 LK ആന്റണി മന്ത്രിസഭയുടെ കാലത്താണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. അധ്യക്ഷ, അംഗങ്ങൾ എന്നിവ സ്ത്രീകൾ ആയിരിക്കണം. M കമലമായിരുന്നു ആദ്യ വനിതാ കമ്മീഷൻ അധ്യക്ഷ. കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന വാർത്താപത്രികയാണ് സ്ത്രീ ശക്തി. വനിതാ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 4 എന്നിവ ശരിയാണ്. 1, 2, 4 എന്നിവ ശരിയാണ്. M കമലമായിരുന്നു ആദ്യ വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നു. ആദ്യത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആയിരുന്നത് സുഗത കുമാരിയാണ്. സുഗത കുമാരി ആദ്യത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആയിരുന്നത് ആരാണ്? സുഗത കുമാരി. അടുത്ത ചോദ്യം, സംസ്ഥാനത്ത് നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതികളിൽ ചിലത് താഴെ കൊടുത്തിരിക്കുന്നു. തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായ ജോഡി ഇവിടെ തന്നിരിക്കുന്നു. മിഠായി, പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കുന്ന പദ്ധതി. വയോമിത്രം, 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള പരിരക്ഷ. സ്നേഹസ്വാതന്ത്ര്യം, മാതാപിതാക്കൾ ഇരുവരും അഥവാ ഒരാൾ മരിച്ചുപോയ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള ധനസഹായം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള ജോഡി ഏത് എന്നാണ്. തെറ്റായിട്ടുള്ള ജോഡി ഓപ്ഷൻ ഡി ആണ്. മൂന്നാമത്തേതാണ് തെറ്റായിട്ടുള്ളത്. ഇവിടെ സ്നേഹസാന്ത്വനം എന്താണ്? കേരളത്തിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ദുരിതാശ്വാസ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. സ്നേഹസാന്ത്വനം എന്നോർക്കുമ്പോൾ തന്നെ എൻഡോസൾഫാൻ ഓർക്കുക. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ദുരിതാശ്വാസ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. രക്തം കട്ടപിടിക്കുവാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്ന പേര്. രക്തം കട്ടപിടിക്കുവാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയാണ് സിറം. മനുഷ്യരിൽ മാംസ്യത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്ന രാസാഗ്നി മാംസ്യം. ട്രിപ്സിൻ ആണ്. ട്രിപ്സിൻ. മാംസ്യത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്ന രാസാഗ്നി ട്രിപ്സിൻ. റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്ന ജീവകം. റൈബോഫ്ലാവിൻ ജീവകം B2 ആണ്. B2 ജീവകം B2. ഓപ്ഷൻ എ.
താഴെ തന്നിട്ടുള്ള സൂചനകളിൽ നിന്ന് ഏത് രോഗമാണ് പ്രോട്ടോസോവ ഇനത്തിൽപ്പെടുന്ന രോഗകാരികൾ മൂലം ഉണ്ടാകുന്നത്? ഓപ്ഷൻ ഡി ആണ് മലമ്പനി. 2025 റാംസാർ സൈറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദ്വ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉദ്വ തടാകം സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഇബ്കയുടെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹി. ഒരു വസ്തുവിൻ്റെ ഒരു ഗ്രഹത്തിൽ നിന്നുള്ള പാലായന പ്രവേഗം വസ്തുവിൻ്റെ ദ്രവ്യവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ദ്രവ്യവുമായിട്ട് ബന്ധം ഇല്ല. ഒരു വസ്തുവിൻ്റെ ഒരു ഗ്രഹത്തിൽ നിന്നുള്ള പാലായന പ്രവേഗം വസ്തുവിൻ്റെ ദ്രവ്യമായിട്ട് ബന്ധം ഇല്ല. 60 ഡിഗ്രി കോണിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു വസ്തുവിൻ്റെ ഗതികോർജം E ആണ്. ഏറ്റവും ഉയർന്ന പോയിന്റിൽ അതിൻ്റെ ഗതികോർജം എന്തായിരിക്കും? ഏറ്റവും ഉയർന്ന പോയിന്റിൽ E/4 ആണ്. E/4. ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റിൽ വലുതും ചെറുതുമായ പിസ്റ്റണുകളുടെ ആരം 10:1 എന്ന അനുപാതത്തിലാണ്. ചെറിയ പിസ്റ്റണിൽ എത്ര ഭാരം വെച്ചാലാണ് 1000 kg ഭാരമുള്ള ഒരു കാർ ഉയർത്താൻ പര്യാപ്തമാകുന്നത്? 10 kg ആണ്. ഓപ്ഷൻ എ 10 kg. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുവാനുള്ള ഇന്ത്യയുടെ അഭിലാഷ ദൗത്യത്തിൻ്റെ പേര്? ബഹിരാകാശം ഗഗൻയാനാണ്. താഴെ തന്നിരിക്കുന്നതിലെ ശരിയായ പ്രസ്താവനകൾ ഏത്? ഡാൽട്ടന്റെ അറ്റോമിക സിദ്ധാന്തത്തിന് രാസസംയോജക നിയമങ്ങൾ വിശദീകരിക്കാൻ സാധിച്ചു. കാർബൺ 12 അടിസ്ഥാനമാക്കിയാണ് നിലവിൽ അറ്റോമിക മാസ് നിർണ്ണയിക്കുന്നത്. കാർബണിന്റെ വിവിധ ഐസോട്ടോപ്പുകളിൽ ആപേക്ഷിക ലഭ്യത കൂടുതലുള്ളത് കാർബൺ 12 ആണ്. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3 എന്നിവ ശരിയായ പ്രസ്താവനയാണ്. ഡാൾട്ടന്റെ ആറ്റോമിക സിദ്ധാന്തത്തിന് രാസസംയോജക നിയമങ്ങൾ വിശദീകരിക്കാൻ സാധിച്ചു. ശരിയാണ്. കാർബൺ 12 അടിസ്ഥാനമാക്കിയാണ് നിലവിൽ അറ്റോമിക മാസ് നിർണ്ണയിക്കുന്നത്. ശരിയാണ്. കാർബണിന്റെ വിവിധ ഐസോട്ടോപ്പുകളിൽ ആപേക്ഷിക ലഭ്യത കൂടുതലുള്ളത് കാർബൺ 12 ആണ്. ശരിയാണ്. അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കുവാനായിട്ടാണ് തന്നിരിക്കുന്നു. ജർമ്മൻ സിൽവർ, മിഷ് മെറ്റൽ, ചാൽക്കോജനുകൾ, ഹാലോജനുകൾ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. ജർമ്മൻ സിൽവർ കോപ്പർ, സിങ്ക്, നിക്കൽ എന്നീ മൂലകങ്ങളുടെ സങ്കരം. മിഷ് മെറ്റൽ ലാന്തനൈഡുകളുടെ സങ്കരം. ചാൽക്കോജനുകൾ ഗ്രൂപ്പ് 16 മൂലകങ്ങൾ. ഹാലോജനുകൾ ഗ്രൂപ്പ് 17 മൂലകങ്ങൾ. ജർമ്മൻ സിൽവർ, കോപ്പർ, സിങ്ക്, നിക്കൽ എന്നീ മൂലകങ്ങളുടെ സങ്കരം. മിഷ് മെറ്റൽ ലാന്തനൈഡുകളുടെ സങ്കരം. ചാൽക്കോജനുകൾ ഗ്രൂപ്പ് 16 മൂലകങ്ങൾ. ഹാലോജനുകൾ ഗ്രൂപ്പ് 17 മൂലകങ്ങൾ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ എന്ത്? ഒരു ലായനിയുടെ ഹൈഡ്രജൻ അയോൺ ഗാഢത 100 മടങ്ങ് വർദ്ധിക്കുമ്പോൾ pH മൂല്യം 1 യൂണിറ്റ് വർദ്ധിക്കുന്നു. pH പേപ്പർ ഉപയോഗിച്ച് 1 to 14 പരിധിയിൽ 0.05 കൃത്യതയോടെ pH മൂല്യം കണ്ടുപിടിക്കാൻ സാധിക്കും. മനുഷ്യരക്തം ദുർബല ആസിഡ് സ്വഭാവം കാണിക്കുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. 2 മാത്രം. pH പേപ്പർ ഉപയോഗിച്ച് 1 മുതൽ 14 പരിധിയിൽ 0.05 കൃത്യതയോടെ pH മൂല്യം കണ്ടുപിടിക്കുവാൻ സാധിക്കും. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? മൂലകങ്ങളുടെ ആധുനിക ആവർത്തന പട്ടികയിൽ ഇപ്പോൾ 118 മൂലകങ്ങളുണ്ട്. അറ്റോമിക നമ്പർ 118 മൂലകത്തിന്റെ പ്രതീകം ON എന്നാണ്. അറ്റോമിക നമ്പർ 118 മൂലകത്തിന്റെ പേര് ഓർഗനൈസൻ എന്നാണ്. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഉത്തരം ഓപ്ഷൻ എ 1, 3 എന്നിവ. 1, 3. മൂലകങ്ങളുടെ ആവർത്തന പട്ടികയിൽ ആധുനിക ആവർത്തന പട്ടികയിൽ ഇപ്പോൾ 118 മൂലകങ്ങളുണ്ട്. ശരിയാണ്. അറ്റോമിക് നമ്പർ 118 മൂലകത്തിൻ്റെ പേര് ഓർഗനൈസർ എന്നാണ്. അറ്റോമിക് നമ്പർ 118 ഓർഗനൈസർ മൂലകത്തിൻ്റെ പ്രതീകം ഏതാണ്? പ്രതീകം OG ആണ്. OG എന്നാണ്. ഓർഗനൈസർ OG.
താഴെ പറയുന്ന പ്രസ്താവനകളിൽ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ: 1900 ഒക്ടോബർ 1 പറവൂർ താലൂക്കിൽ ജനിച്ചു. 1922-28 കാലഘട്ടത്തിൽ ആലുവ അദ്വൈതാശ്രമം അധ്യാപകനായിരുന്നു. 1959 ബാലസാഹിത്യ ശില്പശാലയുടെ ഡയറക്ടറായി പ്രവർത്തിച്ചു. ദക്ഷിണ ഭാഷ ബുക്ക് ട്രസ്റ്റ് മലയാള വിഭാഗത്തിന്റെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചു. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ചുള്ള തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ എ ആണ്. എയും സിയും തെറ്റാണ്. 1922-28 കാലഘട്ടത്തിൽ ആലുവ അദ്വൈതാശ്രമം അധ്യാപകനായിരുന്നു. ശരിയാണ്. ദക്ഷിണ ഭാഷ ബുക്ക് ട്രസ്റ്റ് മലയാള വിഭാഗത്തിന്റെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചു. ശരിയാണ്. അടുത്തത്, MT വാസുദേവൻ നായരെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? മാണിക്യക്കല്ല്, ദയ എന്ന പെൺകുട്ടി, തന്ത്രക്കാരി എന്നിവ MTയുടെ ബാലസാഹിത്യ കൃതികളാണ്. MT ഗാനരചന നിർവഹിച്ച ചലച്ചിത്രമാണ് വളർത്തുമൃഗങ്ങൾ. 1992 ദേശീയ പുരസ്കാരം നേടിയ കടവ് എന്ന സിനിമ സംവിധാനം ചെയ്തു. മനുഷ്യർ, നിഴലുകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ എന്നിവ MTയുടെ യാത്രാ വിവരണങ്ങളാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അപ്പം മാണിക്യക്കല്ല്, ദയ എന്ന പെൺകുട്ടി, തന്ത്രക്കാരി എന്നിവ MTയുടെ ബാലസാഹിത്യ കൃതികളാണ്. ശരിയാണ്. MT ഗാനരചന നിർവഹിച്ച ചലച്ചിത്രമാണ് വളർത്തുമൃഗങ്ങൾ. ശരിയാണ്. 1992 ദേശീയ പുരസ്കാരം നേടിയ കടവ് എന്ന സിനിമ സംവിധാനം ചെയ്തു. ശരിയാണ്. മനുഷ്യർ, നിഴലുകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ എന്നിവ MTയുടെ യാത്രാ വിവരണങ്ങളാണ്. ശരിയാണ്. 2024 നടന്ന 2020 ലോകകപ്പ് ക്രിക്കറ്റിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഓപ്ഷൻ എ ആണ്. A, B, C എന്നിവ തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ആകെ 55 മത്സരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്തത്, 2024 ദേശീയ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് കന്നഡ താരമായ ഋഷഭ് ഷെട്ടിയാണ്. ഏറ്റവും മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം എന്ന മലയാള സിനിമയാണ്. മികച്ച പ്രാദേശിക സിനിമ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം സൗദി വെള്ളയ്ക്ക. മികച്ച പിന്നണി ഗായികയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബോംബെ ജയശ്രീ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, 2022 വിന്റർ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തന്നിരിക്കുന്ന ഒളിമ്പിക്സിന്റെ പ്രധാന വേദി ചൈനയിലെ ബീജിംഗ് നഗരമായിരുന്നു. 91 രാജ്യങ്ങളാണ് ഈ കായികമേളയിൽ പങ്കെടുത്തത്. 1ാം സ്ഥാനത്തെത്തിയ രാജ്യം നോർവേ ആയിരുന്നു. ആതിഥേയരായ ചൈന 3ാം സ്ഥാനമാണ് നേടിയത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. തെറ്റായത് ഓപ്ഷൻ ഡി. അടുത്ത 10 ചോദ്യങ്ങൾ മാത്സ് ആണ്. ഉത്തരം മാത്രം പറയുന്നു. 51ാമത്തെ ചോദ്യം, ഉത്തരം ഓപ്ഷൻ എ ആണ്. 52, ഉത്തരം ഓപ്ഷൻ സി. 53ാമത്തെ ചോദ്യം, ഉത്തരം ഓപ്ഷൻ സി. 54ാമത്തെ ചോദ്യം, ഉത്തരം ഓപ്ഷൻ എ. 55ാമത്തെ ചോദ്യം, ഓപ്ഷൻ ബി. 56ാമത്തെ ചോദ്യം, ഓപ്ഷൻ ബി. 57 ഓപ്ഷൻ സി. 58ാമത്തെ ചോദ്യം, ഓപ്ഷൻ എ. 59 ഓപ്ഷൻ ഡി. 60ാമത്തെ ചോദ്യം, ഓപ്ഷൻ എ. ഇനി വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ബ്രാക്കറ്റ്സ്. വൺ ഓഫ് ദ ബോയ്സ് ഡാഷ് ആബ്സെൻറ്റ് ടുഡേ. ഈസ് ആബ്സെൻറ്റ് ടുഡേ. I am a policeman dash question mark. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. aren't I. I am a policeman aren't I. It is high time you dash smoking. Stopped smoking. If you start early you dash reach in time. You will reach in time. Let's not yield dash temptation. Option C. 2. All the assignments should be submitted on time. Dash they will not be evaluated. Option B. Otherwise. You had better dash that music down
before your dad gets angry. Option D. You had better turn that music down before your dad gets angry. She takes after her father. The phrasal verb takes after in the given sentence means resembles. I write dash every day. Option B. D-I-A-R-Y. The synonym for cease is stop. പരിഭാഷപ്പെടുത്തുക. പ്രസൻസ് ഓഫ് മൈൻഡ്. ഓപ്ഷൻ ബി. മനസ്സാന്നിധ്യം. ഒറ്റപ്പദമാക്കുക. ജനകന്റെ മകൾ ജാനകി. അരയും തലയും മുറുക്കുക എന്ന ശൈലിയുടെ ആശയം ഏത്? ഓപ്ഷൻ സി. തയ്യാറാവുക. ശരിയായ പദം ഏത്? യഥേഷ്ടം. ഓപ്ഷൻ എ. യഥേഷ്ടം. താഴെ പറയുന്നവയിൽ കാറ്റിൻ്റെ പര്യായപദം അല്ലാത്തത്. കാറ്റിൻ്റെ പര്യായപദം അല്ലാത്തത്. ഓപ്ഷൻ ബി. ചേർത്തെഴുതുക. സത് പ്ലസ് ജനം. സജ്ജനം. വിപരീത പദം എഴുതുക. ഉഗ്രം. ഓപ്ഷൻ ബി. ശാന്തം. പിരിച്ചെഴുതുക. നെന്മണി. നെൽ പ്ലസ് മണി. കാലുകൾ 2 തവണ കഴുകി. അടിവരയിട്ട പദം ഏത്? കാലുകൾ. ഓപ്ഷൻ ഡി ആണ് അലിംഗ ബഹുവചനം. സ്ത്രീലിംഗ പദം എഴുതുക. ലേഖകൻ. ഓപ്ഷൻ സി. ലേഖിക. ഇവയിൽ ഏതാണ് വനങ്ങളുടെ പരോക്ഷ നേട്ടം അല്ലാത്തത്? ഓപ്ഷൻ എ ആണ് തടി ഉൽപാദനം. തന്നിരിക്കുന്ന ഓപ്ഷൻസ്: തടി ഉൽപാദനം, മണ്ണ് സംരക്ഷണം, കാലാവസ്ഥാ സ്ഥിരത, ജൈവ വൈവിധ്യ സംരക്ഷണം. പരോക്ഷ നേട്ടമല്ലാത്തത് തടി ഉൽപാദനം. താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ ഒരു പ്രധാന വനവിഭാഗമല്ലാത്തത് ഏത്? ഉഷ്ണമേഖല മഴക്കാടുകൾ, മൊണ്ടെയിൻ വനം, ടൈഗ വനം, കണ്ടൽക്കാടുകൾ. ഓപ്ഷൻ സി. ടൈഗ വനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ് ആണ്. മധ്യപ്രദേശ്. പശ്ചിമഘട്ടം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ്. കാരണം ഓപ്ഷൻ ബി ആണ് സമ്പന്നമായ ജൈവ വൈവിധ്യവും പ്രാദേശികമായ ജീവി വർഗങ്ങളും. ആവശ്യകത അടിസ്ഥാനമാക്കിയുള്ള വനവത്കരണ ഗവേഷണ വിപുലീകരണം പ്രോത്സാഹിപ്പിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്ത ദേശീയ വനവത്കരണ ഗവേഷണ സ്ഥാപനത്തിന് ഉത്തരവാദിത്തമുള്ള ഇന്ത്യൻ സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ സി ആണ് ICFRE. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിന് വനങ്ങൾ നൽകുന്ന ഇനി പറയുന്ന ആവാസ വ്യവസ്ഥാ സേവനങ്ങളിൽ ഏതാണ് സഹായകമാകുന്നത്? ഓപ്ഷൻ ബി ആണ് കാർബൺ സംഗ്രഹണം. കാർബൺ സംഗ്രഹണം. താഴെ പറയുന്നവയിൽ സംരക്ഷിത പ്രദേശങ്ങളിൽ ഉൾപ്പെടാത്ത വിഭാഗം ഏത്? തന്നിരിക്കുന്നു. വൈൽഡ് ലൈഫ് സാങ്ച്വറി, നാഷണൽ പാർക്ക്, റിസർവ് ഫോറസ്റ്റ്, കമ്മ്യൂണിറ്റി റിസർവ്. ഓപ്ഷൻ സി ആണ് റിസർവ് ഫോറസ്റ്റ്. MABയുടെ പൂർണ്ണരൂപം MAB, മാൻ ആൻഡ് ദി ബയോസ്ഫിയർ പ്രോഗ്രാം. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിലെ എൻഡമിക് വിഭാഗത്തിൽപ്പെടുന്ന ജീവി ഏതാണ്? നീലഗിരി മാർട്ടിൻ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഏത്? ഇടുക്കി. പശ്ചിമഘട്ടത്തിൽ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2012. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ പ്രസിദ്ധീകരിക്കുന്ന ചുവന്ന പട്ടികയിൽ ഏഷ്യൻ ആനയുടെ വിഭാഗം ഓപ്ഷൻ എ ആണ് എൻഡാഞ്ചേർഡ്, അപകടാവസ്ഥ. ഇന്ത്യയിൽ എത്ര റാംസാർ പ്രദേശങ്ങളുണ്ട്? ഇന്ത്യയിൽ എത്ര റാംസാർ പ്രദേശങ്ങളുണ്ട്? നിലവിൽ 94 റാംസാർ സൈറ്റാണ് ഉള്ളത്. നിലവിൽ 94. വന്യജീവി സംരക്ഷണ നിയമം 1972 ഏത് ചാപ്റ്ററിലാണ് കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനെയും തടയുന്നതിനെയും പറ്റി പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ചാപ്റ്റർ 6 ആണ്. ചാപ്റ്റർ 6. ഇന്ത്യൻ വന നിയമം 1927 ഡാഷ് ചാപ്റ്ററുകളും ഡാഷ് സെക്ഷനുകളും ഉണ്ട്. 13 ചാപ്റ്ററുകളും 96 സെക്ഷൻസുമാണ് ഉള്ളത്. ഇന്ത്യൻ വന സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1980 ആണ്.
പ്രോജക്റ്റ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് നിലവിൽ വന്ന വർഷം 2013. താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ശരിയായിട്ടുള്ളതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 2, 3, 4. 2, 3, 4. സംരക്ഷിത വന വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കുന്നത് ഇന്ത്യൻ വന നിയമം 1927 ചാപ്റ്റർ 2 സെക്ഷൻ 3 ആണ്. വനഭൂമി വനേതര ആവശ്യങ്ങൾ ഉപയോഗിക്കുന്നതിനെ നിരോധിക്കുന്നതിനെ പറ്റി പരാമർശിക്കുന്നത് വന സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 2 ആണ്. ഗ്രാമ വന വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കുന്നത് ഇന്ത്യൻ വന നിയമം 1927 ചാപ്റ്റർ 3 സെക്ഷൻ 28 ആണ്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രദർശിപ്പിച്ചാൽ വിവര സാങ്കേതിക നിയമപ്രകാരം നിഷ്കർഷിക്കുന്ന ശിക്ഷ 5 വർഷം 10 ലക്ഷം രൂപ. അവസാനത്തെ ചോദ്യം, ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലെ ശരിയായ രേഖകൾ മനഃപൂർവ്വം നീക്കം ചെയ്യുകയോ മറയ്ക്കുകയോ നശിപ്പിക്കുകയോ തെറ്റായ രേഖകൾ രേഖപ്പെടുത്തുകയോ ചെയ്യുന്ന കുറ്റം സൈബർ ടാമ്പറിംഗ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.